നമുക്കിതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാഴക്കൊമ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ തോരനിപ്പോൾ ഞാനിതിൽ പരിപ്പോ അല്ലെങ്കിൽ ചെറുപയറോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വാഴക്കൊമ്പ് ചെറുപയർ ചേർത്തും അതുപോലെ തന്നെ പരിപ്പ് ചേർത്തുമൊക്കെ വയ്ക്കാവുന്നതാണ്. അതുപോലെ വൻപയർ ചേർത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വാഴക്കൊമ്പിൻ്റെ തോരൻ ഉണ്ടാക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിത് ഇപ്പം ഞാൻ നന്നായിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് കടുക് വറക്കാം. ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് തോരൻ ആവശ്യമുള്ള തേങ്ങയാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ തോരൻ്റെ അളവനുസരിച്ചിട്ട് ആദ്യം ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടായാൽ മാത്രം മതി. ഞാനിപ്പോൾ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ച വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപ്പ് ചേർത്തോ അല്ലെങ്കിൽ ചെറുപയർ വേവിച്ചത് ചേർത്തോ അല്ലെങ്കിൽ വൻപയറൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കിനി ഇതൊന്നുകൂടെ ഇളക്കിയിടാം. ഈ സമയത്ത് എണ്ണ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലേശവും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഴക്കൂമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 5 തൊട്ട് 8 മിനിറ്റ് വരെയും കൂടെ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ ദഹന പ്രക്രിയയ്ക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ വാഴക്കൂമ്പ് കൊണ്ടുള്ള തോരൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് വഴി അറിയിക്കണേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.